തീർച്ചയായിട്ടും തന്നെയാണ്. രാഹുൽ നേരത്തെ തന്നെ കൃത്യമായി രാഹുലിന്റെ പക്കലുള്ള തെളിവുകളടക്കം പുറത്തുവിട്ടിരുന്നു. അത് വളരെ രീതിയിൽ എല്ലാവരെയും ഞെട്ടിച്ചതാണ്. കാരണം ഇത്തരം ഒരു കൃത്രിമത്വവും അഴിമതിയും നടന്നുവെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് തെളിവുകളടക്കം പുറത്തുവിട്ടിരുന്നു. അത് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആ ആരോപണങ്ങളെ ഏറ്റുവാങ്ങിയിരുന്നു. നമ്മളിപ്പോൾ ഇതൊരു പ്രധാന ജംഗ്ഷനിലേക്ക് രാഹുലിന്റെ യാത്ര ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. വലിയൊരു സ്വീകരണം രാഹുലിന് ഇവിടെ ലഭിക്കുന്നത് നമുക്ക് കാണാം. വലിയൊരു ജനാവലി, പൂർണ്ണമായും ഇവിടെ ഒരു ജനങ്ങളുടെ ഒഴുക്കാണ്. രാഹുലിന്റെ വാഹനം വളരെ കഷ്ടപ്പെട്ട് മാത്രമാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തേജസ്വി യാദവിനുണ്ട്. തേജസ്വി യാദവിന് യുവാക്കൾക്കിടയിലും അതുപോലെ തന്നെ സ്ത്രീകൾക്കിടയിലടക്കം വലിയ പിന്തുണയുള്ള ഒരു നേതാവാണ് ബീഹാറിൽ. ആ ഒരു പിന്തുണ കൂടി രാഹുലിന്റെ ഈ യാത്രയ്ക്ക് ലഭിക്കുന്നു എന്നതാണ് ഏറെ നിർണായകമായ കാര്യം. എന്തായാലും രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. കാരണം വോട്ടർ പട്ടികയിലടക്കം ക്രമക്കേട് നടത്തുന്നു. കാരണം തങ്ങളുടെ അവകാശം ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് ആരടുത്ത് തങ്ങളുടെ സർക്കാരായി വരണമെന്ന്. പക്ഷേ കൃത്രിമത്വം കാണിച്ചുകൊണ്ട്, ഇത്തരം അഴിമതി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അത് അട്ടിമറിയാണ്. അതൊരിക്കലും അനുവദിക്കില്ല എന്ന് തന്നെ രാഹുൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തും തന്നെ പറഞ്ഞോട്ടെ, പക്ഷേ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം. പക്ഷേ രാഹുലിന്റെ വാദങ്ങൾ തള്ളുന്നു, അല്ലെങ്കിൽ അതിൽ കൃത്യമായ തെളിവുകളോ അല്ലെങ്കിൽ മറുപടികളോ നൽകുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ഞെട്ടിക്കുന്നത്. ഇന്ന് രാഹുലിന്റെ ആരോപണങ്ങൾ തള്ളുമ്പോഴും രാഹുൽ ഉയർത്തിയ ആരോപണങ്ങളിൽ കൃത്യമായ ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ആരോപണം ഉയർന്നു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്ന കാര്യത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വ്യക്തത വരുന്നില്ല. കാരണം ഹരിയാനയിലടക്കം എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം കോൺഗ്രസിന് അനുകൂലമായിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ അത് മറിച്ചൊന്നായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം ഒരു പ്രതിസന്ധി രൂപപ്പെടുന്നത്? കാരണം എല്ലാ സർവേ ഫലങ്ങളും കോൺഗ്രസ് അനുകൂലം പറയുന്നു. ആദ്യം ഒരു 10 മണി വരെ കോൺഗ്രസ് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ ഒരു താഴോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇത്തരം വോട്ട് ക്രമക്കേട് പല സംസ്ഥാനങ്ങളിലും നടന്നുവെന്ന് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉറച്ചു വിശ്വസിക്കുന്നു. തൃശ്ശൂരിലടക്കം വലിയ രീതിയിലുള്ള ക്രമക്കേട് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. മീഡിയ അടക്കം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിട്ടത്. പക്ഷേ ഇന്ന് ഈ വാദങ്ങളടക്കം തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ ജനാവലി തന്നെ രാഹുലിനൊപ്പം നിൽക്കുന്ന, വലിയ പിന്തുണ രാഹുലിന് ഇവിടെ ലഭിക്കുന്നു. രാഹുലിനെ ഒപ്പം ബീഹാറിലെ ജനങ്ങൾ നിൽക്കുന്ന കാഴ്ചകൾ തന്നെയാണ് സെപ്റ്റംബർ 1-ാം തീയതി വരെ ഈ യാത്ര തുടരുമെന്നുള്ളതാണ്. 60 ജില്ലകൾ 60 മണ്ഡലങ്ങൾ ഇത് കവർ ചെയ്യുമെന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കൂടിയായിരിക്കുകയാണ്. ബീഹാറിൽ എന്ത് ലക്ഷ്യം വെക്കുന്നു കോൺഗ്രസ് എന്നതുകൂടിയല്ലേ വ്യക്തമാവുന്നത്. തീർച്ചയായിട്ടും തന്നെ ഈ വർഷം അവസാനമാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പഹൽഗാം ഭീകരാക്രമണം നടന്ന സർവകക്ഷി യോഗം നടക്കുന്ന ദിവസം പ്രധാനമന്ത്രി ബീഹാറിലെത്തി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ നിരവധി തവണയാണ് പ്രധാനമന്ത്രി ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തി. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഒരു ശക്തി പ്രകടനമായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം, കാരണം വലിയ മുന്നേറ്റം ബീഹാറിൽ ഇന്ത്യ സഖ്യം ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നിതീഷ് കുമാറിന്റെ മറുകണ്ഠം ചാട്ടമെല്ലാം ഇവർ കണ്ടതാണ്. അപ്പോൾ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കി മാറ്റുവാൻ കൂടി ഇപ്പോൾ ഇതിനെ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും അതിനുവേണ്ടിയുള്ള പോരാട്ടം നടത്തുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 16 ഇടങ്ങളിൽ, അതായത് 1300 കിലോമീറ്റർ രാഹുൽ സഞ്ചരിക്കും. വിവിധ ജില്ലകളിലൂടെ രാഹുൽ സഞ്ചരിക്കും. കൃത്യമായി ഈ മണ്ഡലങ്ങളിലടക്കം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുവാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും തീരുമാനിച്ചിരിക്കുന്നത്. തേജസ്വി യാദവ് ഈ യാത്രയുടെ ഒരു 75% രാഹുൽ ഗാന്ധിക്ക് ഒപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റ് ഇന്ത്യ സഖ്യ നേതാക്കൾ, കാരണം ഇടതുപക്ഷം പാർട്ടികൾ വളരെ ശക്തമാണ് ബീഹാറിൽ, അവരുടെ പങ്കാളിത്തം ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റ് ഇന്ത്യ സഖ്യ നേതാക്കളും ഈ യാത്രയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തന്നെയാണ് മറ്റാരെങ്കിലും ഇന്നത്തെ സമാപനത്തിലേക്ക്, അതായത് 7:30 എന്ന് പറയുന്ന സമയം വൈകാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിൽ പോലും ആരെങ്കിലും കൂടുതലായി എത്താനുള്ള സാധ്യതയുണ്ടോ? നേതാക്കൾ ഈ യാത്രയുടെ അവസാനം തന്നെ, അതായത് ഇന്നത്തെ യാത്രയുടെ അവസാനം തന്നെ രാഹുൽ ഗാന്ധി പ്രതികരിക്കാനുള്ള സാധ്യതയല്ലേ? നാളത്തേക്ക് മാറ്റാൻ പോലും ഒരു കാരണം കാണുന്നില്ലല്ലോ, അല്ലെ? ഇന്ന് 7:30 സമാപനം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരുപക്ഷെ ആ സമയം ഇനിയും നീണ്ടുപോകും. നമ്മളിപ്പോൾ കാണുന്ന വലിയ ജനാവലി തന്നെയാണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ യാത്ര എപ്പോഴാണ് സമാപിക്കുക എന്നതിൽ കൃത്യമായ ഒരു വ്യക്തത ഇപ്പോഴും നമുക്ക് സാധിക്കുവാൻ കാണിക്കില്ല. നമുക്കിവിടെ ചില പ്രവർത്തകരടക്കം അവരോട് പ്രതികരണം തേടാം. इसको कैसे देख रहे हैं? राहुल गांधी एकमात्र नेता है जो देश की जनता के लिए लड़ाई लड़ रहा है। राहुल गांधी के लिए जनसैलाब उतरी है। आज राहुल गांधी सासाराम से, बिहार से वोटर अधिकार की यात्रा शुरू किए हैं। ये जो जनता है, जनता के साथ जो बदसलूकी नरेंद्र मोदी और इलेक्शन कमीशन कर रही है, जो वोट चोरी करके गद्दी पे बैठे हैं प्रधानमंत्री के
और इलेक्शन कमीशन भी उनका सहायता कर रहा है। हमारे नेता राहुल गांधी उसके खिलाफ लड़ रहे हैं, जनता के लिए। രാഹുൽ ഗാന്ധി പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഓരോ പ്രവർത്തകരും ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ശക്തമായി ഒത്തുകളിക്കുന്നുവെന്ന് തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളടക്കം ചൂണ്ടിക്കാണിക്കുന്നു. വലിയ പിന്തുണ രാഹുലിന് ബീഹാറിൽ ലഭിക്കുന്നു. ഇന്ന് 7:30 കൂടിയാണ് ഈ സമാപനം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് എപ്പോഴായിരിക്കുമെന്ന് ഈ ജനാവലി കാണുമ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കില്ല. അപ്പോൾ ഇന്ന് സമാപന വേളയിൽ ഒരു മറുപടി, കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനെതിരെ വലിയ വിമർശനം ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മറുപടി രാഹുലിന്റെ ഉണ്ടാകുമോ അല്ലെങ്കിൽ നാളെ ആയിരിക്കുമോ എന്നത് ഇനി നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും തേജസ്വി യാദവ് ഇപ്പോഴും അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഇന്ന് വിവിധ ഇന്ത്യ സഖ്യ നേതാക്കൾ ഈ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ലാലു പ്രസാദ് യാദവ് എത്തിയിരുന്നു, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എത്തിയിരുന്നു. അങ്ങനെ നിരവധി നേതാക്കൾ ഈ യാത്രയുടെ ഈ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വലിയ പ്രതീക്ഷ നൽകുന്നു. കാരണം ഈ പ്രതീക്ഷ ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം കൃത്യമായി അവർ ഉയർത്തിയ ആരോപണങ്ങൾ ബീഹാറിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സസാറാമിൽ നിന്നാണ് രാഹുലിന്റെ യാത്ര ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 16 ദിവസം രാഹുലിന്റെ യാത്രയുണ്ടാകും.